നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. വളരെ വ്യത്യസ്തമായ ഒരു ഓഫ് റോഡ് ഡ്രൈവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഞാൻ നിൽക്കുന്ന ഫരീദാബാദിലാണ്. ഡൽഹിയിൽ നിന്നും ഏതാണ്ട് 2 മണിക്കൂറോളം സഞ്ചരിച്ച് വന്നിരിക്കുന്നത് ആരവല്ലി മൗണ്ടൻ റേഞ്ചസിന് നടുക്കുള്ള ഈ ഒരു സ്ഥലത്താണ്. ഈ സ്ഥലം ആരുടെയാണെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് ഇവിടുത്തെ സർപ്പഞ്ചിൻ്റെ ആണെന്ന്, അതായത് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നാണ് വേണമെങ്കിൽ പറയാവുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥലം ഇവരെടുത്തിട്ട് ഇങ്ങനെ ക്യൂറേറ്റ് ചെയ്തൊരു ഗംഭീര സംഭവമാക്കിയിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബോർഡിൽ കാണുന്ന സംഭവമാണ് MG മജസ്റ്റർ. MG മജസ്റ്റർ ഒരു വളരെ പുതിയ ഒരു വാഹനമാണ്. പക്ഷേ സൗദി അറേബ്യയിൽ നിന്നുകൊണ്ട് ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് റക്കൻ എന്നുള്ള പേരിൽ അവിടെ MGയുടെ ഈ ഒരു വാഹനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കൂടാതെ ചൈനയിൽ മാക്സസ് D90 എന്നുള്ള പേരിലും ഇത് വിറ്റ് വരുന്നുണ്ട്. നമുക്കറിയാവുന്ന ഗ്ലോസ്റ്റർ എന്ന ഒരു മോഡലുണ്ടല്ലോ, MGയുടെ അധികം വിറ്റ് പോകാത്തൊരു 4-wheel drive മോഡലാണത്. ആ വാഹനത്തിൻ്റെ പുതിയ വേർഷൻ എന്നാണ് പറയുന്നത്. ഇനി മുതൽ ഗ്ലോസ്റ്റർ വിപണിയിൽ ഉണ്ടാവുകയില്ല എന്നാണ് MG പറഞ്ഞിരിക്കുന്നത്. ഈ വാഹനത്തിന് കുറേ പ്രത്യേകതകളുണ്ട്. അതായത് ഇതൊരു ഓൾ വീൽ ഡ്രൈവ് വാഹനമാണ്. വേണമെങ്കിൽ 4x2 ഉണ്ട്. 2 തരത്തിലുള്ള വേർഷൻസും ഇവർ വിൽക്കുന്നുണ്ട്. കൂടാതെ 6 സീറ്ററുണ്ട്, 7 സീറ്ററുണ്ട്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ 2018 വെള്ളപ്പൊക്കത്തിലൊക്കെ ഇതുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറേ പേരൊക്കെ രക്ഷിക്കാമായിരുന്നു. കാരണം 810 മില്ലിമീറ്റർ വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി ഉണ്ട്. എങ്ങനെ വേണമെങ്കിലും വെള്ളത്തിൽ കൂടി ഓടിക്കോളും. വളരെ വലിയ ഒരു വാഹനമാണിത്. ഏതാണ്ട് 2500 മില്ലിമീറ്റർ വീൽ ബേസ് ഒക്കെ ഉള്ള ഒരു വമ്പൻ വാഹനം. എന്നാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതുവരെ നമ്മൾ കണ്ടുവന്നിരുന്ന ഗ്ലോസ്റ്ററിനേക്കാളും കുറേ കാര്യങ്ങൾ കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഗ്ലോസ്റ്ററിൻ്റെ ഒരു പുതിയ മോഡലാണ് ഇത് എന്ന് പറയുന്നതിനോട് പോലും താല്പര്യമില്ല MGക്ക്. ആ രീതിയിൽ ഈ വാഹനത്തെ മാറ്റിമറിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ ഒരു വാക്ക് അറൗണ്ട് വീഡിയോ, അതിനുശേഷം ഇവിടെ ഒരു ഗംഭീരമായ ഓഫ് റോഡ് ട്രാക്ക് ഉണ്ട്, അതിൽ ഈ വാഹനം ഓടിക്കുക എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഇതൊരു ലക്ഷറി SUV ആയിട്ട് പ്ലേസ് ചെയ്യുന്നതായിരുന്നു നല്ലതെന്ന് തോന്നുന്നു. ഈ ഓഫ് റോഡ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫോർച്യൂണറുമായിട്ടാണ് പ്രധാനമായിട്ടും കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. വില പ്രഖ്യാപിച്ചിട്ടില്ല, ഏപ്രിലാണ് വില പ്രഖ്യാപിക്കാൻ പോകുന്നത്. ഏകദേശം 50 ലക്ഷം രൂപയ്ക്കടുത്ത് വില പ്രതീക്ഷിക്കാം. അങ്ങനെ വരുമ്പോൾ ഇത് ഫോർച്യൂണറുമായിട്ടാണ് ഡയറക്റ്റ് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. ഫോർച്യൂണറൊക്കെ അധികം പേരും അങ്ങനെ ഓഫ് റോഡ് ചെയ്യുന്നൊരു വാഹനമല്ല. ഒരു ലക്ഷറി SUV എന്ന് പറയുന്ന ആ ഒരു സെഗ്മെൻറ്റ് നിലനിർത്തുന്നതായിരുന്നു നല്ലത്. എന്തായാലും ഇവർ ഇതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഓഫ് റോഡ് എബിലിറ്റീസിനൊക്കെയാണ്. ഇവിടെ ഇതിൻ്റെ ഷാസിയും അതുപോലെ തന്നെ ബോഡിയൊക്കെ കാണാം. കാരണം ഇത് ബോഡി ഓൺ ഫ്രെയിം എന്ന് പറയുന്ന രീതിയിൽ കൺസ്ട്രക്ട് ചെയ്തതാണ്. അത്തരത്തിലുള്ള വാഹനങ്ങൾക്കാണ് എപ്പോഴും കൂടുതൽ ഓഫ് റോഡ് എബിലിറ്റീസ് ഉള്ളത്. പക്ഷേ അങ്ങനെ പറയാനും പറ്റില്ല. കാരണം ജീപ്പിൻ്റെ റാങ്കുകളൊക്കെ മോണോക്കോക്കാണ്, അതൊക്കെയാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ഓഫ് റോഡേഴ്സ്. പക്ഷേ ഈ ഒരു ബോഡി സ്റ്റൈലാണ് പ്രധാനമായിട്ടും ഓഫ് റോഡ് വാഹനങ്ങൾക്ക് ഇണങ്ങുന്നത്. അതാണ് ഇപ്പോൾ ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ഫോർച്യൂണിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്കിനി വാഹനം ഒന്ന് അടുത്ത് കാണാം. അവിടെ 2-3 ഡിസ്പ്ലേ വാഹനങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ പിടിക്കാം. ഇവിടെ നല്ല വെയിലത്ത് തന്നെയാണ് ഈ പരിപാടി. പക്ഷേ എങ്കിൽ പോലും ഡൽഹിയിൽ ഇപ്പോൾ കുറച്ച് തണുപ്പ് കാലമായതുകൊണ്ട് ചൂടിനോടൊപ്പം തണുപ്പുമുണ്ട്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകാം. നമുക്ക് ഈ വേർപ്പിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് അധികം വേർക്കുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ടും ഈ ചൂടും തണുപ്പുള്ള ഒരു കാലാവസ്ഥ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഏതായാലും നമുക്കിനി വാഹനം ഒന്ന് അടുത്ത് കാണാം. കിടക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ ഇത് തന്നെയാണ്. നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കൊടുത്തിരിക്കുന്നത്. അഞ്ച് മീറ്ററിൽ കൂടുതൽ നീളമുള്ള ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് ഞാൻ നേരത്തെ പറഞ്ഞ് തെറ്റിപ്പോയി. 2950 മില്ലിമീറ്റർ വീൽ ബേസ് ഉണ്ട്. ഏതായാലും മുൻഭാഗത്ത് ഫുൾ ക്ലാഡിംഗ് ആണ് കാണുന്നത്. ഫുൾ ക്ലാഡിംഗ് എന്ന് വെച്ചാൽ ഈ ഒരു ഗ്രില്ലിൻ്റെ ഭാഗത്ത് മുഴുവൻ അത്തരം ബ്ലാക്ക് ഫിനിഷുള്ള ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗമാണ് കാണുന്നത്. മുൻഭാഗം അങ്ങനെ മൊത്തത്തിൽ അങ്ങനെ ബ്ലാക്ക് നിറഞ്ഞു നിൽക്കുകയാണെന്ന് പറയാം. പക്ഷേ അതിൻ്റെ ഇടയ്ക്കൊക്കെ സ്റ്റീൽ ഫിനിഷൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ ഈ ഗ്രില്ലിൻ്റെ രീതികളും ഒക്കെ ഒരു കടിച്ചു പിടിച്ച പല്ലിൻ്റെ രീതി എന്ന് പറയുന്ന രീതിയിൽ ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നു. MG എന്നുള്ള ബാഡ്ജിങ് നടുവിൽ വളരെ വലുതായിട്ട് കൊടുത്തിരിക്കുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഹെഡ് ലാമ്പിൻ്റെ ഭാഗമാണ്. അതായത് 3 സ്ലോട്ടായിട്ടുള്ള ഹെഡ് ലാമ്പ് നല്ല ഭംഗിയായിട്ടുണ്ട്. മെട്രിക്സ് ഹെഡ് ലാമ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ 2 തരത്തിൽ, അതായത് വെർട്ടിക്കലായിട്ടും അതുപോലെ ഹോറിസോണ്ടലായിട്ടും 2 തരത്തിലുള്ള ഡേ ടൈം റണ്ണിംഗ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. അതൊക്കെ ഭംഗിയായിട്ടുണ്ട്. വളരെ ബോൾഡ് ലുക്കിംഗ് വാഹനമാണ്, അതിൻ്റെ സംശയമില്ല. ഈ ഒരു ബോൾഡ് ലുക്കിംഗ് വാഹനം വേണം, ഇത് വെച്ചിട്ട് വേണം ഇനി ഒന്ന് ഫോർച്യൂണറെ പിടിക്കാൻ വേണ്ടി. പക്ഷേ ഫോർച്യൂണിൻ്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ടൊയോട്ടയുടെ ഒരു പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് വാഹനം വാങ്ങിച്ചാൽ സ്ഥലം വാങ്ങിച്ച പോലെയാണ്. ഒന്നുകിൽ വാങ്ങിച്ച വിലയെങ്കിലും കിട്ടും, ഇല്ലെങ്കിൽ അതിനൊക്കെ കൂടുതൽ കിട്ടാനുള്ള സാധ്യതയാണ്. പക്ഷേ MGയുടെ കാര്യത്തിൽ റീസെയിൽ വില അല്പം കുറവായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ദീർഘകാലം ഉപയോഗിക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ മികച്ചൊരു വാഹനം തന്നെയായിരിക്കും ഇത്.
എന്നാലും താഴെയായിട്ട് ആ ഒരു സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിയ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. പക്ക ഒരു ഓഫ് റോഡർ വാഹനമായിട്ട് തന്നെയാണ് നമുക്കിതിനെ കരുതേണ്ടത്. മോറസ് ഗാരേജ് എന്നുള്ള ആ ഒരു പൂർണ്ണ രൂപം, MGയുടെ പൂർണ്ണ രൂപമാണ് അവിടെ കാണുന്നത്. എന്തായാലും മുൻഭാഗം കൊള്ളാം എന്ന് തന്നെയാണ് പറയേണ്ടത്. ആ ഒരു ടഫ് ലുക്കൊക്കെ വന്നിട്ടുണ്ട്. ഒരു ഓഫ് റോഡിൻ്റെതായ രീതികളൊക്കെ ഉണ്ട്. നല്ല ഹൈറ്റാണ്, വളരെ ബോൾഡായിട്ടുള്ള ബോണറ്റ് ലൈനുകളും കാര്യങ്ങളും അതുമെല്ലാം നല്ല ഭംഗിയായിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസിനെ പറ്റി ഇപ്പോഴും തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് കമ്പനിയൊന്നും പറഞ്ഞിട്ടില്ല. 219 ആണെന്നും 230 ആണെന്നും പറയപ്പെടുന്നുണ്ട്. പഴയ ഒരു ബിസ്ക്കറ്റിൻ്റെ പരസ്യമില്ലേ, ഇതിന് ഉപ്പാണ് നില മധുരമാണ് നില, എന്തായാലും നല്ല സ്വാദാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നു എന്ന് പറഞ്ഞ പോലെ കൊള്ളാവുന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് എന്തായാലും തീർച്ചയായിട്ടും ഉണ്ട്. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരാം. സൈഡ് പ്രൊഫൈലും ഈ ഒരു കുറേയൊക്കെ ചൈനീസ് വാഹനങ്ങളുടെ രീതിയുണ്ട്, അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ആ തരത്തിലുള്ള കുറേ കാര്യങ്ങൾ, അതായത് ഈ ക്രോമിൻ്റെ കുറേ എലമെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ വിശാലമായ ഒരു വീൽ ട്രാവൽ കിട്ടുന്നുണ്ട്. അതുപോലെ വളരെ ബോൾഡായിട്ടുള്ള മുൻഭാഗം തൊട്ട് ഇങ്ങനെ നീളുന്ന ഒരു ക്ലാഡിംഗ് ഉണ്ട്. 19 ഇഞ്ച് ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോഴത്തെ ടയേഴ്സ് നല്ല ഭംഗിയുള്ള അലോയ് വീൽ കൊടുത്തിരിക്കുന്നു. അതുപോലെ പെർമനൻ്റ് ആയിട്ട് ഫിക്സ്ഡ് ആയിട്ടുള്ള ഫുഡ് സ്റ്റെപ്പാണ്, അതുകൊണ്ട് തന്നെ ചവിട്ടി കയറുന്നതിന് ബുദ്ധിമുട്ടില്ല. ആ ഒരു ഉയരമൊന്നും പ്രശ്നമാക്കുന്നില്ല. ഈ ഭാഗത്തൊക്കെ നമ്മൾ മറ്റ് പല വാഹനങ്ങളുടെയും ഓർപ്പിക്കുന്ന രീതിയിലുള്ള ചില എലമെൻറ്റ്സ് ഒക്കെയാണ് ഇവിടെ കാണുന്നത്. സൈഡ് വ്യൂ മിറേഴ്സിന് വളരെ വലിയ വലിപ്പമുണ്ട്. അതിലും ഉണ്ട് ഈ ഒരു സ്റ്റീൽ എലമെൻറ്റ്സും അതുപോലെ ടേൺ ഇൻഡിക്കേറ്ററും കൊടുത്തിരിക്കുന്നു. ഈ ഒരു സ്റ്റീൽ ഫിനിഷ് എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്, ഇതും എക്സ്ട്രാ ഫിറ്റിംഗ് ആയിരിക്കാം. പിന്നെ മേൽഭാഗത്തൊരു ഗ്രാബ് റെയിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു 6 സീറ്റർ വാഹനമാണ്, അല്ലെങ്കിൽ 7 സീറ്ററും ഉണ്ട്. ഇതിൽ നടുവിൽ 2 ക്യാപ്റ്റൻ സീറ്റാണ്, അതുകൊണ്ട് 6 സീറ്ററാണ്. 4 വേരിയൻസ് ആണുള്ളത്. 4 വേരിയൻസിൽ ഏറ്റവും ടോപ്പ് എൻഡാണ് ഇതിൻ്റെ 4 വീൽ ഡ്രൈവ് മോഡൽ അല്ലെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് മോഡൽ. ബാക്കി 3 എണ്ണവും 4x2 ആണ്. അതിൽ നിങ്ങൾക്ക് 6 സീറ്റ് 7 സീറ്റ് കോൺഫിഗറേഷൻ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. എന്തായാലും വളരെ വിശാലമായ ഗ്ലാസ് ഏരിയയാണ്. ഈ തേർഡ് റോയിലേക്ക് വരുമ്പോഴും വിശാലമായ ഗ്ലാസ് ഏരിയ നിങ്ങൾക്ക് കാണാം. ക്ലാഡിങ് പിൻഭാഗം വരെ നീളുന്നുണ്ട്. ഈ ഭാഗത്ത് വരുന്ന ഇതും ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ആണ് കേട്ടോ. ഇതൊക്കെ വേണമെങ്കിൽ ആക്സറി ആയിട്ട് വാങ്ങിക്കാവുന്നതാണ്. ഇതൊക്കെ കണ്ട് കൊതിച്ച് ആക്സറി വാങ്ങിക്കുമെന്നാണ് കമ്പനിയുടെ പ്രതീക്ഷ. ഇതും എക്സ്ട്രാ ഫിറ്റിംഗ് തന്നെയാണ് എന്നുള്ള ഒരു സംശയമില്ല. പിൻഭാഗത്തും മോർസ് ഗാരേജിൻ്റെ വലിയ ഒരു ബാഡ്ജിങ് ഉണ്ട്. കൂടാതെ നീണ്ട LED സ്ട്രിപ്പ്, അതുപോലെ സൈഡിൽ നിന്ന് തുടങ്ങുന്ന ആ ഒരു LED ലാമ്പ്, റിവേഴ്സ് ലൈറ്റ്, അത്തരം കാര്യങ്ങളൊക്കെ കാണാം. ഇതും തീർച്ചയായിട്ടും എക്സ്ട്രാ ഫിറ്റിംഗ് തന്നെയാണ്. ഇത് കേരളത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ MBD പിടിച്ച് അപ്പം തന്നെ നിങ്ങൾക്ക് ഫൈൻ അടിക്കുന്നുള്ള കാര്യം മറക്കാതിരിക്കുക. നമ്മുടെ നാട്ടിലതൊന്നും അനുവദിക്കില്ല. ഏതായാലും ഒരു തരക്കേടില്ലാത്ത ഒരു ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ, അതുപോലെ തന്നെ സ്റ്റോപ്പ് ലാമ്പ്, ഡിഫോഗർ, ഒരു സിംഗിൾ വൈപ്പർ, അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്ത് 2 റിഫ്ലക്റ്റേഴ്സ്, അതൊക്കെ കട്ട് ചെയ്ത് ഈ ഒരു ഭാഗം വന്നിരിക്കുന്നതൊക്കെ രസമുണ്ട്. അതുപോലെ ബ്ലാക്ക് ക്ലാഡിങ് ഒരു ബമ്പറായിട്ട് ഇവിടെ അവസാനിക്കുന്നു. ഇവിടെയും ഒരു എന്താണ് സ്കിഡ് പ്ലേറ്റ് പോലെ ഭാഗം കൊടുത്തിട്ടുണ്ട്. അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് ധാരാളം സെൻസേഴ്സ്, ക്യാമറകൾ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ എല്ലായിടത്തും കാണാം. ഇനി നമുക്ക് ബൂട്ട് സ്പേസ് നോക്കാം. ഇലക്ട്രിക്കലി നമുക്കിത് ഓപ്പൺ ചെയ്യാം. 3 റോ സീറ്റ് തുറന്നിരിക്കുന്ന അവസ്ഥയിൽ, അതായത് ഈ ഒരു അവസ്ഥയിൽ 343 ലിറ്ററുള്ള ബൂട്ട് സ്പേസ്. പക്ഷേ 1530 ലിറ്ററായിട്ട് വരും ഇത് രണ്ടും ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ. മോശമല്ല എന്ന് തന്നെയാണ് പറയേണ്ടത്. ഇവിടെ ലൈറ്റും അതുപോലെ തന്നെ ചാർജിങ് പോയിൻ്റ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. പക്ഷേ അതൊക്കെ ഉൾഭാഗത്തുണ്ട്. ഉൾഭാഗത്തെല്ലാം ഇവിടെ ഉണ്ട്. 12 വോൾട്ടിൻ്റെ ചാർജിങ് പോയിൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സ്പെയർ ടയറൊക്കെ അടിയിലാണ് കൊടുത്തിരിക്കുന്നത്. അത് ഏതൊരു SUV പോലെ തന്നെ. എന്തായാലും ഇത്രയൊക്കെയാണ് നമുക്ക് എക്സ്റ്റീരിയറിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. നമുക്ക് ഇലക്ട്രിക്കലി ഇത് ക്ലോസ് ചെയ്യുകയും ആവാം. അപ്പോൾ അങ്ങനെ ഗ്ലോസ്റ്ററിൽ നിന്നും വലിയൊരു മാറ്റം എക്സ്റ്റീരിയറിൻ്റെ കാര്യത്തിലുണ്ട്. പക്ഷേ ഇൻറ്റീരിയറിൽ കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നമുക്കറിയുന്ന പോലെ MG എപ്പോഴും പുതുതായിട്ട് ഇങ്ങനെ പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കും എല്ലാ വാഹനങ്ങളിലും. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഉൾഭാഗം എന്നാണ് കേട്ടത്. അപ്പോൾ എന്തായാലും നമുക്കിനി ഉൾഭാഗം ഒന്ന് കണ്ടു നോക്കാം. ഉൾഭാഗമൊക്കെ നല്ല ഇടിയുണ്ട്. ആരെങ്കിലും ഇറങ്ങുമ്പോൾ ഉൾഭാഗം കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ MG മജസ്റ്ററിൻ്റെ ഉൾഭാഗം. ഇത് നമ്മളിപ്പോൾ ഇരിക്കുന്നത് 2 വീൽ ഡ്രൈവ് വാഹനമാണ്. അതുകൊണ്ട് തന്നെ 4 വീൽ ഡ്രൈവിൻ്റെ സ്വിച്ചുകളൊന്നും ഇതിൻ്റെ അകത്തില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്നാണ് പറയേണ്ടത്. 4 വീൽ ഡ്രൈവ് മോഡലാകുമ്പോഴത്തേക്കും ഇതിൽ 12 മോഡുകളുണ്ട്. ട്രാക്ഷൻ മോഡും ഡ്രൈവ് മോഡും എല്ലാം കൂടി ഒരു 12 മോഡൊക്കെ ഉണ്ട്. ഇപ്പോൾ അത് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നില്ലെന്നേ ഉള്ളൂ. 12.3 ഇഞ്ചിൻ്റെ ഒരു വലിയ സ്ക്രീനുണ്ട്. ഇതിൽ MGയുടെ ഏറ്റവും പുതിയ iSmart എന്ന് പറയുന്ന ആപ്പൊക്കെ ഉണ്ട്. അതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഒരു 12 സ്പീക്കറിൻ്റെ JBL ഓഡിയോ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഗംഭീരമായിരിക്കും എന്നറിയാമല്ലോ. MG ആയതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊന്നും യാതൊരു മോശം ഉണ്ടാവില്ല. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാം വയർലെസ് ആണ്. ക്യാബിൻ മോഡുകൾ എന്ന് പറഞ്ഞ സംഭവം കാണുന്നത്. വാലേ മോഡ്, ക്വയറ്റ് മോഡ് അത് കാണുന്നു. പിന്നെ റേഡിയോ, വീഡിയോ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എന്താ പറയുന്നത്,
സെറ്റിങ്സ്, വെഹിക്കിൾ മാനേജ്മെൻറ്റ്, ഡിവൈസ് മാനേജ്മെൻറ്റ്, 360 ഡിഗ്രി ക്യാമറ. ഇതൊക്കെ ചുമ്മാ ചാബർ പോലെയാണ് ചൈനന്നൊക്കെ. ഈ എന്താ വരാത്ത വന്നിരിക്കുന്നു. ഇഷ്ടമാണ്. നല്ല ക്ലാരിറ്റി ഉണ്ടോ, എന്താ റെസൊല്യൂഷൻ ഉണ്ടോ, അത്തരം കാര്യങ്ങളൊന്നും കാര്യത്തിൽ യാതൊരു പിശകുമില്ല, ഇല്ലായിരിക്കുമല്ലോ. അത് ഇവിടെയുമില്ല. മറ്റു കാര്യമുള്ള 3 സോൺ ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ട്. അതായത് ഏറ്റവും ബാക്കിലും 3 നിര സീറ്റുകളുള്ളതുകൊണ്ട് 3 സോൺ ക്ലൈമറ്റ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും അടയ്ക്കണ്ട, പണ്ടാരെ ചൂടാണ്. പനോരമിക് സൺ റൂഫ് കേട്ടോ അടഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൂടെ ഏതായാലും കണ്ടു. പനോരമിക് സൺ റൂഫ് അടഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ഏറ്റവും പിന്നിൽ വരെയുണ്ട്. പിന്നെ ഉള്ളത് വയർലെസ് ചാർജേഴ്സ് 2 എണ്ണം ഉണ്ട്. 2 ഫോണുകൾ ഒരേ സമയത്ത് ചാർജ് ചെയ്യുന്ന വയർലെസ് ചാർജർ കൊടുത്തിരിക്കുന്നു. ഫിസിക്കൽ സ്വിച്ചുകൾ എന്ന് പറയുന്നത് ഇവിടെ ഈ കാണുന്നതൊക്കെ ഉള്ളൂ. അത് കൊള്ളാം കേട്ടോ. കാരണം വെച്ചാൽ ഇതിൻ്റെ ഫാൻ്റെ സ്പീഡൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഓടിച്ചുകൊണ്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ചും അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു. കുഴപ്പമില്ലാത്ത നിർമ്മാണ നിലവാരം ഉണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടത്. കുഴപ്പമില്ല, വില വെച്ച് നോക്കുമ്പോൾ അറിയാം, വില വരാൻ പോകുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ കീ എന്ന് പറയുന്നത്. 2 കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ ഒരു മൊബൈൽ ഫോൺ സൂക്ഷിക്കാവുന്ന സ്ഥലം. പിന്നെ വളരെ വിശാലമായ ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ കൊടുത്തിരിക്കുന്നു. നമുക്ക് സീറ്റുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ പിൻഭാഗത്ത് മസാജ് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാം. അതൊക്കെ നല്ല കുറേ പൊസിഷൻസൊക്കെ അതിന് കൊടുത്തിട്ടുണ്ട്. അത് ഫ്രണ്ടിലെ 2 സീറ്റിനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് പിന്നെന്തായിരുന്നു, സ്പേസിൻ്റെ കാര്യമൊന്നും പറയേണ്ടതില്ല. ഇഷ്ടം പോലെ സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയൊക്കെ ഒരു ഓഫ് റോഡൊക്കെ പോകുമ്പോൾ പിടിച്ചിരുന്നു എന്ന് പറയാൻ വേണ്ടിയുള്ള ഒരു ഹാൻഡ് ഗ്രിപ്പ് കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ ക്വാളിറ്റി അത്ര സുഖകരമല്ല എന്നാണ് എനിക്ക് തോന്നിയത്. സാധാരണ നമുക്ക് അതാണ് ഏറ്റവും പെട്ടെന്ന് ഇതിൻ്റെ ക്വാളിറ്റി അറിയാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് പോകുമ്പോൾ ഡോർ പാഡിൽ സാമാന്യം വലിയ സ്റ്റോറേജ് ഏരിയ ഉണ്ട്. പിന്നെ JBLൻ്റെ സ്പീക്കർ കാണുന്നുണ്ട്. അതിൽ കുറച്ച് ഒരു ചെറിയ ഫാബ്രിക് സാധനം, ഒരു ലൈനിങ് ഒക്കെ കൊടുത്ത് ഒരു ഭംഗിയാക്കിയിട്ടുണ്ട്. അതിലൊരു കാർബൺ ഫിനിഷിൻ്റെ ഒരു ഫിനിഷും അവിടെ കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. ഉൾഭാഗത്ത് ബ്ലാക്ക് ഫിനിഷും അതുപോലെ തന്നെ അവിടെ ആയിട്ട് ചെറിയ ലൈറ്റ് സ്റ്റീൽ ഫിനിഷും ഒക്കെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു വളരെ വലിയ AC വെൻ്റ്, അത്തരം കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ടുണ്ട്. സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെയുമുണ്ട് ഒരു 12.3 ഇഞ്ചിൻ്റെ സ്ക്രീൻ. അത് നല്ല റെസൊല്യൂഷനുള്ള നല്ല സ്ക്രീനാണ്. അത്യാവശ്യം ഇൻഫർമേഷൻ കയ്യിലുണ്ട്. പാഡ് ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ എഞ്ചിൻ വളരെ പവർഫുൾ എഞ്ചിനാണ്. 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ വളരെ പവർഫുള്ളാണ്. അതുകൊണ്ട് തന്നെ പാഡ് ഷിഫ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. പിന്നെ ഇതിൽ ക്രൂയിസ് കൺട്രോൾ സ്വിച്ചുകൾ, ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഹാൻഡ്സ് ഫ്രീ ഫോണിൻ്റെ സ്വിച്ചുകൾ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. പിന്നെ വോളിയം കൺട്രോൾ പോലുള്ള കാര്യങ്ങളുണ്ട്. ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ബ്ലാക്ക് ഫിനിഷും സ്റ്റീൽ ഫിനിഷും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തായിരുന്നു, പിന്നെ ഇവിടെയൊക്കെ എല്ലാവരും ഓഫ് റോഡ് വാഹനത്തെ ഉറപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഡോർ ലോക്കിൻ്റെ സ്വിച്ചുകൾ, അത് മെറ്റാലിക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ ഫോൾഡിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഇതിലും കൊടുത്തിരിക്കുന്നു. എന്തായാലും ഉയരമൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം, കാരണം ഇഷ്ടംപോലെ സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും പിസിക്ക് കൊടുത്തിട്ടില്ല. സ്റ്റിയറിങ്ങിനും അത്യാവശ്യം അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ട്. ഹൈറ്റ് നമുക്ക് പലതരത്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തായാലും സീറ്റിംഗ് പൊസിഷൻ പക്കയാണ്. അതുപോലെ തന്നെ ഇൻറ്റീരിയറിൻ്റെ ക്വാളിറ്റി മോശമല്ലാത്ത ക്വാളിറ്റി എന്നാണ് പറയുന്നത്. അങ്ങേയറ്റത്തെ ക്വാളിറ്റി ഒന്നും എനിക്ക് തോന്നുന്നില്ല, എങ്കിലും മോശമല്ലാത്ത ക്വാളിറ്റി ഉണ്ട്. പിന്നെ മൊത്തത്തിൽ കൊള്ളാം. ഈ അധികം സ്വിച്ചുകളൊന്നും ഇല്ലാത്തതുകൊണ്ടുള്ള ആ ഒരു പ്ലെയിൻ ഒരു ഫീൽ അതൊക്കെ നിലനിർത്തിയിട്ടുണ്ട്. വളരെ വലിയ ഒരു കൺസോളും അതിൻ്റെ താഴെ ഈ ഒരു സാധനങ്ങൾ സൂക്ഷിക്കാൻ ചെറിയ സ്ഥലം, അതൊക്കെ EVകളെ ഓർപ്പിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാനുള്ളത്. അപ്പം ശ്യാമ ഇതിൻ്റെ കുറച്ച് ഷോട്ട് എടുത്തതിന് ശേഷം നമുക്ക് പിൻഭാഗത്തേക്ക് പോകാം. ഓക്കെ, അല്ലെങ്കിൽ ആൾ ഇടിച്ച് കയറും, നമുക്ക് പിന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് സെക്കൻഡ് റോ സീറ്റ്. ഇതൊരു 6 സീറ്റർ മോഡലിൻ്റെ സെക്കൻഡ് റോയിൽ നമ്മളിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ 2 സീറ്റാണുള്ള ക്യാപ്റ്റൻ സീറ്റ്. ഇതിന് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടാകണമല്ലോ, ഉണ്ട്. യെസ്, ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ. പിന്നെ നമുക്ക് ബാക്ക് റെസ്റ്റ് സ്ലാൻഡ് ചെയ്യാൻ സാധിക്കും. നല്ല കുഷനിങ് ഉള്ള സീറ്റാണ്, നല്ല ഹെവി സീറ്റ് കൊടുത്തിരിക്കുന്നത്.
തീർച്ചയായിട്ടും നമുക്കിപ്പോൾ ഇന്നോവ പോലുള്ള വാഹനങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ക്രിസ്റ്റ അല്ലെങ്കിൽ ഫോർച്യൂണറിൻ്റെ പിൻഭാഗത്ത് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ഫോർച്യൂണർ പിൻഭാഗത്ത് ബോഡി റോൾ കുറവാണ്. ഇതിൻ്റെ കാര്യത്തിൽ അത് അറിഞ്ഞുകൂടാ. പക്ഷേ എന്തായാലും അതിനെയൊക്കെ തോപ്പിക്കുന്ന ഒരു ഇൻറ്റീരിയറാണ്, ഒരു സ്പേസ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിൻഭാഗത്ത് AC വെൻ്റ് മേൽഭാഗത്ത് ഓഫ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ AC കൺട്രോളുകളുടെ സ്ക്രീനുണ്ട്. കൂടാതെ വലിയ ഇഷ്ടംപോലെ ചാർജിങ് പോയിൻറ്റ്, 2 ചാർജിങ് പോയിൻറ്റ് ഇവിടെ. കൂടാതെ ഇവിടെ ഒരു വലിയ ചാർജിങ് പോയിൻറ്റ് 20 വോൾട്ടിൻ്റെ ചാർജിങ് പോയിൻറ്റ് അവിടെ കൊടുത്തിരിക്കുന്നു. AC മോഡുകളൊക്കെ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് 6 സീറ്റർ ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ പിൻഭാഗത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് ഇതുവഴി അങ്ങ് നടന്നു പോകാം. 7 സീറ്റർ ആകുമ്പോൾ നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്യേണ്ടി വരും. അതിൻ്റെ ആവശ്യമില്ല. പിന്നെന്തായിരുന്നു, പിന്നെ ഡോർ പാഡിലേക്ക് പോയാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പേസ് അവിടെ ഉണ്ട്. നല്ലൊരു ആംബ്രസ്റ്റ് ഉണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം അവന് കൊടുത്തിട്ടുണ്ട്. പാനോരമിക് സൺറൂഫ് ഏറ്റവും പിന്നിൽ നമ്മുടെ ഇവിടെ തലയുടെ ഇവിടെ വരുന്നുണ്ട്. അതായത് 3rd row സീറ്റ് ഒഴിച്ച് എല്ലാവർക്കും സുഖമായിട്ട് അതിൻ്റെ ഒരു പ്രയോജനം കിട്ടുകയും ചെയ്യും. പിന്നെ താഴ്ന്ന വിൻഡോ ലൈനാണ്, കാഴ്ചയെ കണ്ട് സുഖമായിട്ട് യാത്ര ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് പിൻഭാഗത്തേക്ക് പോകാം. അവിടെ വേറെ ആൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല ആംബ്രസ്റ്റ് ഉണ്ട് കേട്ടോ, പറയാൻ വിട്ടുപോയി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ആംബ്രസ്റ്റ് അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പിൻഭാഗത്തേക്ക് ഒന്ന് കിടന്നിരിക്കാം. 3rd row സീറ്റിൽ ഏതൊരു 7 സീറ്റർ അല്ലെങ്കിൽ 6 സീറ്റർ വാഹനത്തിൻ്റെ അതേ പ്രശ്നം തന്നെയാണ്. തൈ സപ്പോർട്ട് തീരെയില്ല. കുട്ടികൾക്കാണ് ഇരിക്കാൻ സാധിക്കുന്നത്. പക്ഷേ സ്പേസ് ഉണ്ട്. ഇത് ഞാൻ അല്പം മുന്നിലേക്ക് തള്ളിയിട്ടിരിക്കുന്നു. അപ്പോൾ സ്പേസ് മോശമല്ലാതെ കിട്ടുന്നുണ്ട്. പിൻഭാഗത്തുള്ളവർക്കും AC വെൻ്റ് കൊടുത്തിട്ടുണ്ട്. 3-zone ക്ലൈമറ്റ് കൺട്രോൾ ആയതുകൊണ്ട് അതിൻ്റെ പ്രയോജനം കിട്ടും. കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചാർജിങ് പോയിൻ്റ് ഒന്നും ഇവിടെ ഒന്നും കാണുന്നില്ല. ചാർജിങ് പോയിൻ്റ് പിൻഭാഗത്തേക്ക് കൊടുത്തിട്ടില്ല. എന്നാലും ഇവിടെയൊക്കെ ചെറിയ ഉണ്ടോ ഇത്തരം ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. അതായത് മൊബൈലൊക്കെ സൂക്ഷിക്കാവുന്ന സ്ഥലങ്ങൾ അതൊക്കെ കൊടുത്തിരിക്കുന്നു. അതൊന്നും മോശമല്ല. വളരെ വിശാലമായ ഒരു കോർണർ ഗ്ലാസ് ഉണ്ട്. അതുകൊണ്ട് പിൻഭാഗത്തിരിക്കുന്നവർക്ക് അങ്ങനെ ഒരു കാംഡായ ഫീലൊന്നുമില്ല. സ്പീക്കർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പിൻഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും 6 സീറ്ററാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ കയറാനും ഇറങ്ങാനും എളുപ്പമാണ്. 3rd row സീറ്റിലേക്ക് ഇതുവഴി ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ മതി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ വിശേഷം പറയുന്നത്. എന്തായാലും ഒരു കാര്യം സംഭവിക്കണം, സീറ്റിൻ്റെ കംഫർട്ട് ലെവൽ അത് തീർച്ചയായിട്ടും നല്ല സുഖമുള്ള, നല്ല ഗ്രിപ്പുള്ള സീറ്റാണ്. നല്ല ലെതർ സീറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഗുണം തീർച്ചയായിട്ടും കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഉൾഭാഗത്തെ വിശേഷങ്ങൾ. ഇനി നമുക്കൊന്ന് വാഹനം ഓടിച്ച് നോക്കാം. ഓഫ് റോഡ് എങ്ങനെയുണ്ട് എന്ന് നോക്കാം. അതിനുവേണ്ടി അവിടെ ട്രാക്കുണ്ട്, അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇവിടുത്തെ ഓഫ് റോഡ് എക്സ്പീരിയൻസ്. നമ്മൾ ഓടിക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് അടുത്ത് കാണാം. അതിൻ്റെ 4 വീൽ ഡ്രൈവ് എന്ന് പറയുന്നത് വളരെ ഗംഭീരമായൊരു സംഭവമാണ്. അതായത് ഇത് ഓൺ ഡിമാൻഡ് 4 വീൽ ഡ്രൈവാണ് കൊടുത്തിരിക്കുന്നത്. ടെറൈൻ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ഉണ്ട്. അതിൻ്റെ പേര് M-Hub എന്നാണ്. അത് ഇവർ വികസിപ്പിച്ചെടുത്തൊരു ടെറൈൻ മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. അപ്പോൾ അതിലാണ് ഈ 10 ഡിഫറൻറ്റ് ഡ്രൈവ് മോഡുകളും ടെറൈൻ മോഡുകളും ഒക്കെ കിട്ടുന്നത്. അതുപോലെ M-Cowl എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. അതിൽ ലോ സ്പീഡ് ട്രാൻസ്ഫർ കേസും 3 ഡിഫറൻഷ്യൽ ലോക്കുകളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വാട്ടർ ബൈഡിങ് കപ്പാസിറ്റിയുടെ കാര്യത്തിൽ ഏറ്റവും മുന്നിലാണ്. 810 മില്ലിമീറ്റർ ഉണ്ട്. പിന്നെ ഇവർ പറഞ്ഞില്ലെങ്കിൽ പോലും തരക്കേടില്ലാത്ത ഗ്രൗണ്ട് ക്ലിയറൻസ് തീർച്ചയായിട്ടും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എഞ്ചിനിലേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഗ്ലോസ്റ്ററിൽ കണ്ട അതേ എഞ്ചിനാണ്. 2 ലിറ്റർ ട്വിൻ ടർബോ ചാർജ് ഡീസൽ എഞ്ചിനാണ്. 215 bhp ആണ് മാക്സിമം പവർ. ടോർക്ക് 478 ന്യൂട്ടൺ മീറ്ററുമാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ നമ്മൾ ഗ്ലോസ്റ്ററിൽ കണ്ട അതേ ഒരു 4 സിലിണ്ടർ എഞ്ചിനാണ്. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് മാത്രമേ ഉള്ളൂ. അത് CF എന്ന് പറയുന്ന കമ്പനി നിർമ്മിച്ച് കൊടുത്തിരിക്കുന്ന 8 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റിയർ വീൽ ഡ്രൈവ് വാഹനമാണിത്. അപ്പോൾ വേരിയൻറ്റ് വൈസ്, അതായത് 4x2 വേരിയൻ്റ് ആണെങ്കിൽ റിയർ വീലിലേക്കും അല്ലെങ്കിൽ 4 വീലിലേക്കും പവർ കൊടുക്കുന്ന ഒരു ഗംഭീര സിസ്റ്റമാണത്. പിന്നെ സേഫ്റ്റിയിലേക്ക് പോവുകയാണെങ്കിൽ ലെവൽ 2 അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം, അഡാസിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, കൊളീഷൻ ഡിറ്റക്ഷൻ, ഓട്ടോ എമർജൻസി ബ്രേക്കിംഗ്, ലൈൻ ഡിപ്പാച്ചർ വാർണിംഗ്, ലൈൻ ഡിപ്പാച്ചർ പ്രിവെൻഷൻ, ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്ററിങ്, അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട്. കൂടാതെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ, പിന്നെ അറിയാവുന്ന 360 ഡിഗ്രി ക്യാമറ, 6 എയർ ബാഗുകൾ, അത്തരം കാര്യങ്ങളും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. എത്ര മനോഹരമായിട്ടാണ് ആ സ്ലഷിൽ കൂടെയൊക്കെ പോകുന്നുണ്ടോ. ഒട്ടും ട്രാക്ഷൻ പോകുന്നില്ല. ഇതിപ്പോൾ ഇത് നമുക്ക് ഓടിക്കാൻ തരുന്നില്ല. ഇവർ നമ്മളെ ഇതിൻ്റെ അകത്ത് ഇരുത്തി, ഇതിൻ്റെ ഒരു ഡ്രൈവർ തന്നെയാണ് ഓടിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എക്സ്പേർട്ടാണ് ഓടിക്കുന്നത്.
അപ്പോൾ എന്തായാലും ഒരു ഗംഭീര ഓഫ് റോഡാണ് മജസ്റ്റർ എന്നുള്ള സംശയം പൊടിക്കാറ്റ് വരുന്നു. പക്ഷേ ഇത് ഓഫ് റോഡിന് ഉപയോഗിക്കുമോ എന്നുള്ള കാര്യമാണ് ഞാൻ നേരത്തെ സംശയം പ്രകടിപ്പിച്ചത്. ഇതൊരു ലക്ഷറി SUV തന്നെയാണ്. 6 പേർക്കോ അല്ലെങ്കിൽ 7 പേർക്കോ സുഖമായി യാത്ര ചെയ്യാവുന്ന ധാരാളം ഫീച്ചേഴ്സ്. എൻ്റെ ഇതൊന്ന് മരുഭൂമിയോ ധാരാളം ഫീച്ചേഴ്സുള്ള വളരെ മികച്ച അഡാസ് ഫീച്ചേഴ്സൊക്കെ ഉള്ള ഒരു SUV എന്നാണ് പറയുന്നത്. നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഗംഭീരമായ ഓഫ് റോഡ് കേപ്പബിലിറ്റീസും ഉണ്ട്. പക്ഷേ എങ്കിലും ഞാനിതിനെ കണക്കാക്കുന്നത് ഒരു ലക്ഷറി SUV ആയിട്ടാണ്. അതിന് തീർച്ചയായിട്ടും വാങ്ങിക്കാം. എങ്കിലും ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, ഫോർച്യൂണർ പോലുള്ള വാഹനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു റീസെയിൽ വാല്യൂ ഇതിന് തീർച്ചയായിട്ടും കുറവായിരിക്കും. കൂടുതൽ വിറ്റാൽ കിട്ടും കേട്ടോ, എനിക്ക് അതറിഞ്ഞൂടാ. ഏതായാലും കൂടുതൽ വിൽക്കുകയാണെങ്കിൽ റീസെയിൽ വാല്യൂ, അല്ലെങ്കിൽ ഫോർച്യൂണർ തന്നെയായിരിക്കും എപ്പോഴും റീസെയിൽ വാല്യൂവിൻ്റെ മുന്നിൽ. പൊടിക്കാറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഗ്ലോസ്റ്ററിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി അധികം പൊടി കൊള്ളുന്നില്ല, പൊടി വലിച്ചു കയറ്റാൻ വയ്യ, അതുപോലെ തന്നെ നല്ല വെയിലുമുണ്ട്. അപ്പോൾ ഫരീദാബാദിൽ നിന്ന് എല്ലാവരോടും യാത്ര പറയുന്നു. വീഡിയോ എല്ലാവർക്കും നന്ദി, ബൈ.